നമസ്തേ. രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ നിത്യ യോഗ അഭ്യാസത്തിലൂടെ സാധിക്കും എന്നത് ഒരു വസ്തുതയാണ്. പ്രത്യേകിച്ച് പ്രാണായാമം അഭ്യസിക്കുന്നതിലൂടെ ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റി വർദ്ധിക്കുന്നു. ഗുരുതരമായ ആരോഗ്യ ശാരീരിക പ്രശ്നങ്ങൾ ഒന്നും ഇല്ലാത്ത ഏതൊരു വ്യക്തിക്കും യോഗ അല്ലെങ്കിൽ പ്രാണായാമം അവരുടെ ദിനചര്യ ആക്കി മാറ്റാവുന്നതാണ്. ഈയിടെ സർജറി കഴിഞ്ഞവർ, ഗർഭിണികൾ തുടങ്ങിയവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം പുതിയ വ്യായാമ മുറകൾ തുടങ്ങുക. ദിവസവും ഏവർക്കും ചെയ്യാവുന്ന ചില പ്രാണായാമങ്ങളെ പറ്റി എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ പ്രാണായാമം അഭ്യസിക്കുന്നതിന് മുൻപ് അവനവന് സൗകര്യപ്രദമായ പൊസിഷൻ, സിറ്റിംഗ് പോസ്ചർ തിരഞ്ഞെടുക്കുക. നിലത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കസേര, സോഫ തുടങ്ങിയ ഇരിപ്പിടങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സിറ്റിംഗ് പോസ്റ്റേഴ്സ്, ഇപ്പം ഞാനിരിക്കുന്നത് സുഖാസനം. സാധാരണ നാട്ടിൽ നമ്മൾ ചെറുപ്പം മുതലേ ചമ്മരം പടിഞ്ഞിരുന്ന് ശീലിച്ചിട്ടുണ്ട്. ഊണ് കഴിക്കാനൊക്കെ പണ്ട് ആൾക്കാർ ഇരുന്ന ഒരു പൊസിഷനാണ് ക്രോസ് ലെഗ്ഡ് പൊസിഷൻ. ഇതിലിരിക്കാൻ പറ്റാത്ത ആൾക്കാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയറിലോ ഒക്കെ ഇരിക്കാം. പിന്നെ ഇതിനേക്കാൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് അർദ്ധ പത്മാസനം, പിന്നെ പൂർണ്ണ പത്മാസനം, ഇതല്ലെങ്കിൽ വജ്രാസനം. ഇതിൽ നമുക്ക് ഏതാണ് സ്യൂട്ടബിൾ, ഇതിലേതെങ്കിലും ഒരു പൊസിഷൻ നമുക്ക് തിരഞ്ഞെടുക്കാം. ഇനി ഈ പോസ്റ്റേഴ്സ് നമുക്കൊന്ന് ഈസി ആക്കാനായിട്ട് കുറച്ച് ലൂസനിങ് എക്സസൈസുകൾ ഞാൻ പറഞ്ഞുതരാം. പ്രത്യേകിച്ച് മക്കളെയൊക്കെ പഠിപ്പിക്കുക, കുട്ടികളെയൊക്കെ ഇത് പഠിപ്പിച്ചാൽ അവരിപ്പോഴേ അത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാൽ അത് വളരെ അവരുടെ ഭാവിയിലേക്ക് അത് വളരെ ഗുണപ്രദമായിരിക്കും. ആദ്യമായിട്ട് കാലുകൾ നിവർത്തി വയ്ക്കുക, ദണ്ഡാസനം. കാലുകൾ നിവർത്തി വയ്ക്കുന്നു. കൈകൾ നമ്മൾ സൈഡിൽ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ട് കാലുകൾ റൊട്ടേറ്റ് ചെയ്യുക. 1, 2 ക്ലോക്ക് വൈസ്, 3, 4, 5, 6, 7 7 പ്രാവശ്യം ചെയ്യുന്നു. നമുക്കത് 10 15 പ്രാവശ്യം ചെയ്യാം. പിന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ 7, 6, 5, 4, 3, 2 and 1. ഈ കൈകൾ മുട്ടിന് മുകളിൽ വെച്ചിട്ട് കാലുകൾ നമ്മളുടെ ടോസ്, കാൽവിരലുകൾ നമ്മുടെ ദേഹത്തോട് അല്ലെങ്കിൽ കാൽപ്പത്തി നമ്മുടെ ദേഹത്തിനോട് പരമാവധി പുൾ ചെയ്യാം. ഫുൾ ആൻഡ് ഫുൾ പരമാവധി പുൾ ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ കുറച്ച് നേരം പിടിച്ച് നിൽക്കുക. ഇപ്പം തന്നെ നമുക്ക് കുറച്ച് അതിൻ്റെ എഫക്റ്റുകൾ മനസ്സിലാവും. ടോസ് മുതൽ നമ്മളുടെ ഹിപ്പ് വരെയുള്ള ഭാഗത്ത് അതിൻ്റെ ഒരു എഫക്റ്റ് വരും. ഈവൻ മൂലാധാർ ചക്ര വരെ ആക്ടിവേറ്റ് ആവുന്ന ഒരു പൊസിഷനാണ്. അതുപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, പുഷ് യുവർ ടോസ് away from your body
towards the ground. Try to touch your toes on the ground. Push. നമ്മളുടെ കാൽവിരലുകൾ തറയിൽ അമർത്താനായിട്ട് പരമാവധി ശ്രമിക്കുക. Push and push. Pull. Pull and pull. 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 Push. Pull. Push. Pull. Push. Pull and push. പിന്നെ കൈ സൈഡിൽ സപ്പോർട്ട് ചെയ്തിട്ട് റിലാക്സ് ചെയ്യാം. റിലാക്സ് യുവർ ഫീറ്റ്. റിലാക്സ് യുവർ ലെഗ്സ്. Bend your left leg. Straighten. Right leg. Straighten. Repeat. Left, right, left, right, left, right, left, right, left and right. Both legs together. രണ്ട് കാലുകളും ഒരുമിച്ച്. 1, 2, 3, 4 and 5. ഇനി further loosening exercises. വലത്തെ കാൽ മടക്കി ഇടത്തെ തുടയിൽ വെക്കുക. വലത്തെ കാൽമുട്ട് രണ്ട് കൈകൾ കൊണ്ട് പിടിച്ച് സ്വിങ് അപ്പ് ആൻഡ് ഡൗൺ. വലത്തെ കാൽമുട്ട് തറയിൽ അമർത്തിക്കൊണ്ട്, അതായത് തറയിലോട്ട് പുഷ് ചെയ്തുകൊണ്ട് സ്വിങ് ചെയ്യുക. അപ്പ് ആൻഡ് ഡൗൺ ഒരു 15, 20 അല്ലെങ്കിൽ 25 ടൈംസ് അപ്പ് ആൻഡ് ഡൗൺ സ്വിങ് ചെയ്യുന്നു. പരമാവധി ഈ കാൽമുട്ട് താഴെ ടച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി വലത്തെ കാല് നമ്മുടെ രണ്ട് കൈകളും ഒരു കൊച്ചുകുട്ടി എടുക്കുന്ന പോലെ ക്രാഡിൽ പൊസിഷൻ. സ്വിങ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. 1, 2, 3, 4 and 5. ഇതിനുശേഷം ഇൻഹേൽ ലുക്ക് അപ്പ്. ശ്വാസം വലിച്ചുകൊണ്ട് മുകളിലേക്ക് നോക്കി. എക്സേൽ ബെൻഡ് ഫോർവേഡ്. ട്രൈ ടു ടച്ച് യുവർ ഫോർഹെഡ് ഓൺ യുവർ റൈറ്റ് knee. എക്സേൽ ആൻഡ് ട്രൈ ടു ടച്ച് യുവർ ഫോർഹെഡ് ഓൺ യുവർ റൈറ്റ് knee. ഇൻഹേൽ കം അപ്പ്. അടുത്തതായിട്ട് രണ്ട് കൈകൊണ്ടും വലത്തെ കാൽപ്പത്തി കയ്യിലെടുത്ത് ഇൻഹേൽ ലുക്ക് അപ്പ്. എക്സേൽ ട്രൈ ടു ടച്ച് യുവർ ഫോർഹെഡ് ഓൺ യുവർ റൈറ്റ് ടോ. ഇൻഹേൽ സ്ട്രെയിറ്റ്. പറ്റുമെങ്കിൽ കാലൊക്കെ ഒന്ന് പൊക്കി തലയ്ക്ക് മുകളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. കൂടുതൽ ഫ്ലെക്സിബിലിറ്റി ഉള്ള ആൾക്കാർ കാലെടുത്തിട്ട് നമ്മളുടെ കഴുത്തിന് പുറകെ വയ്ക്കാവുന്നതാണ്. പറ്റുന്നവർ മാത്രം. എനിക്ക് പറ്റില്ല. പതുക്കെ താഴെ കൊണ്ടുവരിക. ഒന്നും കൂടി സ്വിങ് ചെയ്യുക. 1, 2 and 3. റൈറ്റ് ലെഗ് സ്ട്രേറ്റ്, ലെഫ്റ്റ് ലെഗ് ബെൻഡ്. ഇനി വിപരീത മറ്റേ സൈഡിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25. Again. ഈ ഇടത്തെ കാലിനെ ഒരു കൊച്ചുകുട്ടി പോലെ സങ്കല്പിച്ച് സ്വിങ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. രാജീവം ഒരു 6-7 പ്രാവശ്യം ചെയ്യാം. അതിനുശേഷം ഇൻഹേൽ ലുക്ക് അപ്പ്. എക്സേൽ ബെൻഡ് ഫോർവേഡ്. ട്രൈ ടു ടച്ച് യുവർ ഫോർഹെഡ് ഓൺ യുവർ ലെഫ്റ്റ് knee. Inhale up. Exhale. Try to touch your forehead on your left toe. Inhale straight. ഇനി കാല് പൊക്കി നേരത്തെ ചെയ്ത പോലെ, മറ്റേ കാല് ചെയ്ത പോലെ ഇടത്തെ കാലും തലയ്ക്ക് മുകളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. കഴുത്തിന് പുറകിൽ വയ്ക്കാൻ ശ്രമിക്കുക. Slowly bring down. Swing again left and right. 1, 2 and 3. Now join your soles in front of you. രണ്ട് കാൽപ്പത്തികളും കൂട്ടി വെച്ചുകൊണ്ട് നമ്മളുടെ ശരീരത്തിലൂടെ അടുപ്പിച്ച് വയ്ക്കാൻ ശ്രമിക്കുക. Interlock your palms. Wrap them around your toes and start swinging your knees up and down. Butterfly, Shalabhasana. Try to touch your knees on the ground. വളരെ നല്ല ഒരു പോസ്റ്ററാണ്. കുട്ടികൾക്ക് വളരെ നല്ലത്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വളരെ നല്ലൊരു പോസ്റ്ററാണ്. സ്വിങ് അപ്പ് ആൻഡ് ഡൗൺ. വലിയ ആൾക്കാർക്കും ശ്രമിക്കാം. ഓരോ ദിവസവും അത് ഇംപ്രൂവ് ചെയ്തുകൊണ്ടുവരാം. കംപ്ലീറ്റ് ഡ്രാഗ് യുവർ ഹീൽസ് ഈവൻ ക്ലോസർ ടു യുവർ ബോഡി. Inhale, look up. Exhale and bend forward and try to touch your forehead on your toes. നമ്മൾ ആദ്യം ശ്വാസം മുകളിലോട്ട് വലിച്ച് ശ്വാസം അകത്തോട്ട് വലിച്ച് തല മുകളിലോട്ട് പൊക്കി എക്സേൽ ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ കുനിഞ്ഞുകൊണ്ട് നമ്മളുടെ നെറ്റി കാൽ വിരലുകളിൽ സ്പർശിക്കുവാൻ ശ്രമിക്കുക. എക്സേൽ
try up to your capacity, improve day by day. Baddha Konasana, curative for urological disorders. Inhale, slowly come up. Exhale and straighten and widen your legs as much as you can. ചക്കി ചലനാസനം. കാലുകൾ പരമാവധി നിവർത്തി വയ്ക്കുക, അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കുക. ചക്കി ചലനാസനം. Take your interlock your palms, take your palms to your left toe, then to right toe, backward, forward. 1. Make a big circle. 2, 3, 4 and 5. റിവേഴ്സ്. ഇത് 5 പകരം 10 15 ചെയ്യാം. റിവേഴ്സിലും അത്രയും എണ്ണം ചെയ്യണം. ഇനി ടേക്ക് യുവർ palms to right toe, then to left toe, backward and forward. Reverse anti-clockwise. 1, 2, 3, 4 and 5. Try to catch hold of your toes with your respective hands. Inhale, look up. Exhale and try to bend forward and try to touch your forehead on the ground in front of you. Try up to your capacity. Improve day by day. എല്ലാവർക്കും ചെയ്യാൻ പറ്റിയെന്നില്ല, എനിക്കും ചെയ്യാനൊന്നും പറ്റുന്നില്ല, എന്നാലും ഞാൻ ശ്രമിക്കാം. Inhale, slowly come up. Exhale and join your feet. Relax. Slightly separate your legs. Lean backward. Relax. നമ്മൾ ചെറുതായിട്ടൊന്നൊരു വാമിംഗ് അപ്പും ചെയ്തു. നമുക്കിനി പ്രാണായാമത്തിലേക്ക് കിടക്കാം. Sit in any comfortable position. Sit in Sukhasan or Ardha Padmasan or Padmasan or Vajrasan. ഞാൻ വജ്രാസനത്തിലിരിക്കുന്നു തൽക്കാലം. നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് അത് ഉപയോഗിക്കാം. ആദ്യം ഒന്ന് കൂൾ ഡൗൺ ആവുക. ടേക്ക് ഡീപ്പ് ഇൻഹലേഷൻ, ഡീപ്പർ ആൻഡ് ലോങ്ങർ എക്സലേഷൻ. ശ്വാസം അകത്തോട്ട് വലിക്കുന്നു, പുറത്തേക്ക് വിടുന്നു പതുക്കെ, ഏറ്റവും സ്ലോലി. ഭസ്ത്രിക പ്രാണായാമം. ഭസ്ത്രിക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ദീർഘശ്വാസം വലിക്കുന്നു, പുറത്തോട്ട് വിടുന്നു. ഈക്വൽ, നമ്മുടെ ലങ്സിന് ഈക്വൽ മൂവ്മെന്റോട് കൂടി ഇൻഹേൽ, exhale, breathe in, breathe out, breathe in, breathe out. Each inhalation, imagine we are breathing pure oxygen along with positive energy. ഓരോ പ്രാവശ്യം നമ്മൾ ശ്വാസം വലിക്കുമ്പോഴും നമ്മൾ ശുദ്ധവായു ശ്വസിക്കുന്നു, പ്രാണവായു ശ്വസിക്കുന്നു. അത് അകത്ത് ചെന്ന് നമുക്ക് നല്ല എഫക്റ്റ് ഉണ്ടാവുമെന്ന് സങ്കല്പിക്കുക. അത് ഫാക്റ്റാണ്. ശുദ്ധവായു അകത്ത് ചെന്നാൽ നമ്മൾ ഒരുവിധം അസുഖങ്ങളൊക്കെ മാറും, മനസ്സമാധാനം കിട്ടും, അങ്ങനെ ധാരാളം ഗുണങ്ങളുണ്ട്. അപ്പോൾ ശ്വാസം വലിക്കാനായിട്ട്, നമ്മൾ ശ്വസിക്കാനായിട്ട് കുറച്ച് സമയം കണ്ടെത്തി മര്യാദയ്ക്ക് ശ്വസിക്കുക. നമ്മൾ സാധാരണ വളരെ ടെൻഷനിലാണ് ശ്വസിക്കാറുള്ളത്, ഫാസ്റ്റായിട്ടാണ് ശ്വസിക്കാറുള്ളത്. അപ്പോൾ ഒരു ദീർഘശ്വാസം നല്ല സ്ലോ ആയിട്ട് ശ്വാസം വലിക്കുകയും പുറത്തോട്ട് വിടുകയും ചെയ്യുക. ഇതൊരു 15-20 പ്രാവശ്യം ചെയ്തതിനു ശേഷം അടുത്തത് ആക്റ്റീവ് ഭസ്ത്രിക പ്രാണായാമം. മേക്ക് എ ഫിസ്റ്റ് ഓഫ് യുവർ പാംസ്, ഹോൾഡ് ദം ഷോൾഡർ ലെവൽ. ഇങ്ങനെ മുഷ്ടി ചുരുട്ടി നമ്മുടെ ഷോൾഡർ ലെവലിൽ പിടിച്ചിട്ട് ഇൻഹെയിൽ, ശ്വാസം വലിച്ചുകൊണ്ട് നമ്മുടെ കൈകൾ മുകളിലോട്ട് കൊണ്ടുപോയി കൈകൾ നിവർത്തുക. ഇൻഹെയിൽ അപ്പ്, എക്സേൽ ഡൗൺ. മേക്ക് എ ഫിസ്റ്റ് ആൻഡ് ബ്രിങ് ഡൗൺ. ഇൻഹെയിൽ അപ്പ്, എക്സേൽ ഡൗൺ. തിരിച്ചു കൊണ്ടുവരുമ്പോൾ വീണ്ടും മുഷ്ടി ചുരുട്ടിയിട്ട് കൊണ്ടുവരിക. അതായത് അതൊരു എക്സസൈസും ആണ്, ബ്രീത്തിങ് എക്സസൈസും ആണ്, ഫിസിക്കൽ എക്സസൈസും ആണ്. ഇൻഹെയിൽ അപ്പ്, എക്സേൽ ഡൗൺ.
Inhale up, exhale out. Breathe in, breathe out. Breathe in, breathe out. Breathe in, breathe out. Breathe in, breathe out. Slowly come back. Normalize your breathing. ശ്വാസം സാധാരണഗതിയിലാക്കുക. ഡീപ്പ് ഇൻഹലേഷൻ, ഡീപ്പർ ആൻഡ് ലോങ്ങർ എക്സലേഷൻ. നല്ല ദീർഘശ്വാസം അകത്തോട്ട് വലിക്കുന്നു, അതുപോലെ പുറത്തോട്ടും തള്ളുന്നു. ഡീപ്പർ ആൻഡ് ലോങ്ങർ. കൂൾ ഡൗൺ ആയതിനു ശേഷം അടുത്ത പ്രാണായാമത്തിലേക്ക് കിടക്കാം. നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ ഇടയ്ക്കൊക്കെ ചേഞ്ച് ആക്കാം, ഇടയ്ക്കൊക്കെ നമുക്ക് ചേഞ്ച് ആക്കാം കേട്ടോ. പിന്നെ ഈ അർദ്ധ പത്മാസനത്തിൽ ഇരിക്കാൻ പോകുന്നു. അടുത്ത പ്രാണായാമം നമ്മൾ ചെയ്യാൻ പോകുന്നത് കപാൽഭാതി പ്രാണായാമം. കപാൽ ഭാതി. കപാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫോർഹെഡ് ഇരിക്കുന്ന കപാലാണ്. ഭാതി എന്ന് പറഞ്ഞാൽ ക്ലീൻസിങ് പ്രോസസ്. അതായത് ഈ പ്രാണായാമം ചെയ്താൽ നമ്മൾ ഈ ഫ്രണ്ടൽ നാസൽ ഏരിയ, ഫോർഹെഡ് ഏരിയ, തലച്ചോറിൻ്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ തലച്ചോറ്, ബ്രെയിൻ, ഇതെല്ലാം ഡീടോക്സിഫിക്കേഷൻ നടക്കുന്നു. എല്ലാവിധ മാലിന്യങ്ങളും പുറന്തള്ളപ്പെടുന്നു. ഓക്സിജൻ ഇൻടേക്ക് കൂടുന്നു. വലിയ വലിയ രോഗങ്ങൾ വരെ ശമിക്കുന്നു. ഈവൻ ക്യാൻസർ പോലും ക്യൂർ ചെയ്യാൻ പറ്റിയ ഒരു പ്രാണായാമമാണ് കപാൽ ഭാതി പ്രാണായാമം. അതിന്റെ സ്പെല്ലിംഗ് കപാൽ, KAPAL, ഭാതി, BHATI, കപാൽ ഭാതി. അതിന്റെ കൂടുതൽ ബെനിഫിറ്റ്സ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റിൽ പോയി നോക്കിയാൽ കിട്ടും. യൂട്യൂബിൽ ധാരാളം ഉണ്ടായിരിക്കും. അപ്പോൾ കപാൽ ഭാതി എങ്ങനെയാണ് അഭ്യസിക്കുക? ഇപ്പൊ പറഞ്ഞ മുകളിലുള്ള ഏരിയ മാത്രമല്ല, നമ്മുടെ ലങ്സിന് നല്ലതാണ്. ലങ്സ് കപ്പാസിറ്റി വർദ്ധിക്കുന്നു. അബ്ഡോമിനൽ ഏരിയ ആക്ടിവേറ്റ് ആവുന്നു. അബ്ഡോമിനൽ എക്സസൈസും കൂടിയാണ്. മെമ്മറി പവർ കൂടുന്നു. ലങ്സിന്റെ കപ്പാസിറ്റി വർദ്ധിക്കുന്നു. ഡൈജഷൻ ശരിയാവുന്നു. എല്ലിന്റെ ശക്തി വർദ്ധിക്കുന്നു. ധാതുശക്തി, റീപ്രൊഡക്റ്റീവ് പവർ, ഇതെല്ലാം വർദ്ധിപ്പിക്കുന്ന ഒരു പ്രാണായാമമാണ് കപാൽ ഭാതി പ്രാണായാമം. ആക്റ്റീവ് എക്സലേഷൻ, പാസീവ് ഇൻഹലേഷൻ. നമ്മൾ ശ്വാസം വളരെ ഫോഴ്സ്ഫുള്ളി പുറത്തേക്ക് തള്ളുന്നു, ഫുള്ളി ആയിട്ട് പുറത്തേക്ക് തള്ളുന്നു, വളരെ ലൈറ്റായിട്ട് അകത്തേക്ക് ഇടുന്നു. അതറിയില്ല. അകത്തേക്ക് എടുക്കാതെ തന്നെ നമ്മളിപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു ഈച്ച അല്ലെങ്കിൽ ഒരു പ്രാണി വന്ന് മൂക്കിൽ കയറിയാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിന് ശക്തിയോടുകൂടി പുറന്തള്ളും. എങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറന്തള്ളും. പിന്നെ പ്രാണി അവിടെ പിന്നെ ഇരിക്കുന്നുണ്ടെന്നുള്ളൊരു ധാരണ, പിന്നെ നമ്മൾ അകത്തേക്ക് വലിക്കില്ല. നമ്മൾ അങ്ങനെ കൈ ഉപയോഗിക്കാതെ എങ്ങനെ ഒരു പ്രാണീനെ എങ്ങനെ പുറന്തള്ളാം. അല്ലെങ്കിൽ പെട്ടെന്ന് മുഖത്തേക്ക് പൊടി വരുമ്പോൾ പൊടി വന്നാൽ നമ്മൾ അതിനെ പുറന്തള്ളുന്നത് എങ്ങനെ? അതുപോലെ ആ ടെക്നിക്ക് ഉപയോഗിച്ചാൽ മതി. അത് ശ്വാസം പുറന്തള്ളുന്നതിന്റെ കൂടെ തന്നെ നമ്മളുടെ വയറ് ബാക്കിലോട്ട് പോയി ഇടിക്കുന്നു. അതായത് വയർ പരമാവധി പുറകിലോട്ട് പോകുന്നു. ഇങ്ങനെ പുറകിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അതായത് ആക്റ്റീവ് എക്സലേഷൻ, പാസീവ് ഇൻഹലേഷൻ. ലെറ്റ് us സ്റ്റാർട്ട്. ഒരു മിനിറ്റിൽ 1 എന്ന പ്രകാരം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഏകദേശം ഒരു മിനിറ്റ് ചെയ്യാം. ഇനി തുടക്കക്കാർക്ക് 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ്സ് ചെയ്യാം. ഓരോ സ്ട്രോക്കിന് ഓരോ സെക്കൻഡിൽ ഓരോ സ്ട്രോക്ക് എന്ന നിലയ്ക്ക് ഒരു 30 എണ്ണം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. ലെറ്റ് us സ്റ്റാർട്ട്.
ഇപ്പോൾ ഒരു റൗണ്ട് കഴിഞ്ഞു. കപ്പാസിറ്റി നമുക്ക് കൂട്ടാം, ഡെയിലി അതിന്റെ എണ്ണം കൂട്ടാം. ഒരു ദിവസം ഒരു റൗണ്ടിൽ നമുക്കൊരു 60 or 70 ഒക്കെ ചെയ്യാം. തുടക്കക്കാർ ഒരു 30 or 40 ഒക്കെ ചെയ്താൽ മതി. അപ്പോൾ ഇത് കപാൽഭാതി പ്രാണായാമമാണ്. ഇത് ചുരുങ്ങിയത് നമ്മളൊരു 5 മിനിറ്റെങ്കിലും അഭ്യസിക്കണം. ഓരോ മിനിറ്റിന്റെ ഓരോ റൗണ്ട്, അങ്ങനത്തെ ഒരു 5 റൗണ്ട്. ഇടയ്ക്ക് ഒരു ചെറിയ ബ്രേക്ക് കൊടുത്തിട്ട്, ഒരു മിനിറ്റിന് ശേഷം ഒരു ബ്രേക്ക് കൊടുത്തിട്ട് നമുക്ക് പിന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. രണ്ടാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. കീപ്പ് ഓൺ ഡൂയിങ്, ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴാണ് ടയർഡ് ആയിട്ട് എപ്പോഴാണ് ക്ഷീണിക്കുന്നത് ആ സമയത്തൊന്ന് നിർത്തുക, സാധാരണ ശ്വാസം വലിക്കുക, പിന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ഒരു മിനിമം 5 മിനിറ്റെങ്കിലും ചെയ്യാം. വളരെ ഫലപ്രദമായ ഒരു പ്രാണായാമമാണ് കപാൽഭാതി പ്രാണായാമം. ഇതിപ്പോ ഒരു ഡെമോൺസ്ട്രേഷൻ മാത്രമാണ്. ഇനിയും തുടരാം നിങ്ങൾക്ക്. ഞാനിപ്പോൾ അടുത്ത പ്രാണായാമത്തിനെ പറ്റി പറയാൻ പോകുന്നു. അടുത്തത് ബാഹ്യപ്രാണായാമം. ബാഹ്യപ്രാണായാമം എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്വാസത്തിനെ പുറത്ത് കുറച്ച് നേരം പിടിച്ചു നിർത്തുന്നു. അതിൻ്റെ കൂടെ നമ്മൾ 3 ലോക്കുകൾ, ബന്ധാസ്, അതും അനുഷ്ഠിച്ചുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോവുകയാണ് ബാഹ്യപ്രാണായാമം. ബാഹ്യപ്രാണായാമത്തിന് ആദ്യം നമ്മൾ ഇൻഹേൽ, ശ്വാസം വലിക്കുന്നു. പിന്നെ എക്സേൽ, ശ്വാസം പുറത്ത് തള്ളിക്കൊണ്ട് ശ്വാസത്തിനെ പുറത്ത് നിർത്തിക്കൊണ്ട് 3 ലോക്കുകൾ, മൂലാധാർ ബന്ധ, ഉഡ്ഡിയാന ബന്ധ, ജലാന്തർ ബന്ധ, 3 ലോക്കുകൾ അനുഷ്ഠിച്ചുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഒരു ഇത് കാണിച്ചു തരാം. ഇതിപ്പോ ലോക്കുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, നമ്മൾ സ്വയം ചെയ്യേണ്ടതാണ്. ലോക്കുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് മൂലാധാർ എന്ന് പറഞ്ഞാൽ ആനസ് ലോക്ക്. സ്ക്യൂസ് യുവർ ആനസ് ആൻഡ് പുൾ യുവർ ആനസ് അപ്പ്. ദെൻ ജലാന്ത് ഉഡ്ഡിയാന ബന്ധ, വയറിനെ സ്ക്യൂസ് യുവർ സ്റ്റൊമക്, പുൾ യുവർ സ്റ്റൊമക് ബാക്ക്വേർഡ് ആസ് വെൽ as upward. Then throat lock, Jalandhar Bandha, chin touching your chest. ഈ ഒരു പൊസിഷനിൽ പരമാവധി നേരെ ഇരിക്കുക. എപ്പോഴാണ് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റാതെ വരുന്നത് ആ സമയത്ത് ഓരോരോ ലോക്കുകളായിട്ട് റിലീസ് ചെയ്യാം. ആദ്യം താഴത്തുനിന്ന് ആനസ് ലോക്ക് റിലീസ് ചെയ്യുന്നു, സ്റ്റൊമക് ലോക്ക് റിലീസ് ചെയ്യുന്നു, ത്രോട്ട് ലോക്ക് റിലീസ് ചെയ്യുന്നു. നേരെ ഇരിക്കുക. അപ്പോൾ ഒരു റൗണ്ട് കൂടി കാണിച്ചു തരാം. ഇൻഹേൽ ആൻഡ് എക്സേൽ. സ്ലോലി കം ബാക്ക്. ഇങ്ങനെ ഒരു 3 റൗണ്ടെങ്കിലും ബാഹ്യ പ്രാണായാമം ചെയ്യാം. ബാഹ്യ പ്രാണായാമം എന്ന് പറഞ്ഞാൽ ശ്വാസത്തിന് പുറത്ത് പിടിച്ച് നിർത്തിക്കൊണ്ട് 3 ലോക്കുകൾ. ഈ ലോക്കുകളെ പറ്റിയിട്ടും ചക്ര അതിനെ പറ്റിയിട്ട് വിശദമായിട്ട് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അല്ലെങ്കിൽ സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ യൂട്യൂബിൽ പോയിട്ട് സെർച്ച് ചെയ്യാം. ചക്രാസ് ബന്ധാസ് എന്നൊക്കെ യോഗ ചക്ര ബന്ധാന്ന് അടിച്ചു കൊടുത്താൽ കിട്ടും ധാരാളം ഭയങ്കര ഗുണങ്ങളുള്ള ഒരു അനുഷ്ഠാനമാണ് ഈ യോഗയിലെ ലോക്കുകൾ. ഹോർമോണൽ ഇംബാലൻസുകളെല്ലാം അത് ക്ലിയർ ചെയ്യുന്നു, അതെല്ലാം റെക്ടിഫൈ ചെയ്യുന്ന ഒരു
പ്രക്രിയയിൽ നടക്കുന്നുണ്ട്. മനസ്സിന് നല്ല ശാന്തി കിട്ടുന്നു. അങ്ങനെ പല ഗുണങ്ങളുണ്ട്. ദാറ്റ് വാസ് ബാഹ്യ പ്രാണായാം. അടുത്തത് ഒരു പ്രാണായാമല്ല, ഒരു ക്രിയയാണ്. അഗ്നിസാർ ക്രിയ എന്ന് പറയും. അതും ഇൻഹേൽ എക്സേൽ, ശ്വാസം പുറത്ത് നിർത്തിക്കൊണ്ട് നമ്മളെ വയറിനെ പരമാവധി അകത്തോട്ട് വലിക്കുക, പുറത്തോട്ട് ഓട്ടോമാറ്റിക്കലി വരുന്നു. അങ്ങനെയുള്ള ഒരു മൂവ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുക. അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരൊറ്റ ശ്വാസത്തിൽ നമുക്കൊരു 6 എണ്ണെങ്കിലൊക്കെ ചെയ്യാം. തുടക്കത്തിൽ ഒരു 20 എണ്ണം ചെയ്യാൻ ശ്രമിക്കുക. ഇൻഹേൽ ആൻഡ് എക്സേൽ. ഞാൻ 20 എണ്ണം ചെയ്തു. ശ്വാസം പുറത്ത് നിർത്തിക്കൊണ്ടാണ്. ശ്വാസം വലിക്കുകയും വിടുന്നും വേണ്ട. അതായത് നമ്മൾ ഇൻഹേൽ ശ്വാസം വലിച്ചു, എക്സേൽ ശ്വാസം വിട്ടു, എന്നിട്ട് നമ്മൾ മനസ്സിൽ കൗണ്ട് ചെയ്യണം. 1 എന്ന് പറയുമ്പോൾ നമ്മളുടെ വയറിനെ പുറത്തോട്ട് 1, 2, 3, 4, 5. നമ്മൾ പുറകിലോട്ട് വയറിനെ വലിക്കുമ്പോൾ മാത്രം കൗണ്ട് ചെയ്താൽ മതി. 1 ഓട്ടോമാറ്റിക്കലി വയറ് മുന്നിലേക്ക് വരും. ഇപ്പോൾ നമ്മളൊരു എഫർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. സി ഇൻഹേൽ ആൻഡ് എക്സേൽ. സ്ലോലി കം ബാക്ക്. ഇപ്പം ഞാൻ 60 കൗണ്ട് ചെയ്തു. കപ്പാസിറ്റി നമുക്ക് ഗ്രാജുവലി വർദ്ധിപ്പിക്കാവുന്നതാണ്. ഇതും ഒരു 3 റൗണ്ട് ചെയ്യാം. അതായത് ഓരോ റൗണ്ടിലും 40 അല്ലെങ്കിൽ 50 60 സ്ട്രോക്കുകൾ വീതം ഉള്ള ഒരു 3 റൗണ്ട് ചെയ്യാം. ഓരോ റൗണ്ടിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്ന് ശ്വാസം നോർമൽ രീതിയിലാക്കാം. അപ്പൊ ഇപ്പൊ ചെയ്തത് അഗ്നിസാർ ക്രിയ. അടുത്തത് പറഞ്ഞാൽ ഉജ്ജയി പ്രാണായാം. UJJAYI, ഉജ്ജയി. ഉജ്ജയി പ്രാണായാമിനെ നമ്മൾ ആദ്യം എക്സേൽ ചെയ്യുന്നു. എക്സേൽ ചെയ്തുകൊണ്ട് ഒരു ത്രോട്ടിനെ കൺസ്ട്രിക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ശ്വാസം ഒരു ശബ്ദത്തോടു കൂടി ശ്വാസം അകത്തേക്ക് എടുക്കുന്നു. അപ്പോൾ ഉണ്ടാകുന്ന വൈബ്രേഷനിൽ ഉണ്ടാകുന്ന ഗുണം എന്ന് പറഞ്ഞാൽ ത്രോട്ടിലുള്ള എല്ലാ ഇൻഫെക്ഷൻസും മാറി കിട്ടുന്നു. ആ ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ സൗണ്ട് കാരണം കുറേ ബാക്ടീരിയകളൊക്കെ നശിക്കും. അതുകൂടാതെ തൈറോയിഡ് പ്രോബ്ലംസിന് നല്ലൊരു ക്യൂറേറ്റീവാണത്. ക്യൂറേറ്റീവ് ആസ് വെൽ ആസ് പ്രിവെൻറ്റീവ്. കാണിച്ചു തരാം. എക്സേൽ, constrict your throat, inhale. Close your right nostril, exhale through left. വലത്തെ മൂക്കടച്ച് ഇടത്തേക്കൂടെ ശ്വാസം വിടാൻ പറയാൻ കാരണം ഒരു നോർമൽ അല്ലെങ്കിൽ ഹൈ ബി പി ഉള്ള ആൾക്കാർക്ക് നോർമലൈസ് ചെയ്യാനായിട്ടാണ്. ഇപ്പം ലോ ബി പി ഉള്ള ആൾക്കാർ നേരെ വിപരീതം ചെയ്യാം. ലെഫ്റ്റ് നോസ് അടച്ചിട്ട് റൈറ്റ് നോസ്ട്രിൽസ് കൂടെ ശ്വാസം പുറത്തേക്ക് വിടാം. സാധാരണ ഒരാൾക്ക് ചെയ്യാൻ പറ്റിയത് റൈറ്റ് നോസ്ട്രിൽ അടച്ച് ഇടത്തെ മൂക്ക് കൂടെ പുറത്തേക്ക് ശ്വാസം വിടാം. അത് അതിൻ്റെ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ വായ അടച്ചുവിട്ടാണ് ചെയ്യുന്നത്. സാധാരണ ആദ്യം നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുന്നു, അതേ ബ്രത്തിൽ ശ്വാസം അകത്തേക്ക് വിടുന്നു. ഇത് ശബ്ദമില്ലാതെ ശബ്ദത്തോടു കൂടി ചെയ്യുന്നു. ഈ പറഞ്ഞ പ്രക്രിയ നമ്മൾ വായ അടച്ചുകൊണ്ട് എങ്ങനെ ചെയ്യും? അപ്പോൾ
വലത്തെ മൂക്ക് അടച്ച് ഇടത്തെ മൂക്ക് കൂടെ ശ്വാസം പുറത്തേക്ക് വിടുന്നു. അങ്ങനെ ശബ്ദത്തോടു കൂടിയും എല്ലാവരും ചെയ്യാം. ഇത് ഉജ്ജയി പ്രാണായാം. ഇതിന്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു. തൈറോയിഡിന് നല്ലൊരു ക്യൂറേറ്റീവാണ്. ത്രോട്ട് ഇൻഫെക്ഷന് നല്ലതാണ്. കൂടാതെ ശബ്ദ മാധുര്യം വർദ്ധിപ്പിക്കാനും നല്ലതാണ്. സിംഗേഴ്സിനൊക്കെ അവരൊക്കെ വലിയ വലിയ സിംഗേഴ്സൊക്കെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പ്രാണായാമമാണ് ഉജ്ജയി പ്രാണായാമം. അവർ മറ്റതും പ്രാക്ടീസ് ചെയ്യും, പക്ഷെ ഇതിന് കൂടുതൽ അവർ ഒരു കോൺസെൻട്രേഷൻ കൊടുക്കും. ദാറ്റ് വാസ് ഉജ്ജയി. അടുത്തത് 3-in-1 പ്രാണായാമം. ഒരു പ്രാണായാമം എന്ന് പറയാൻ പറ്റില്ല, ഒരു ടെക്നിക്കാണ്. അതായത് മൂക്കുകൾ നമ്മൾ വിരൽ കൊണ്ട് ഇങ്ങനെ അടച്ചു പിടിച്ചിട്ട് പല്ലിന്റെ ഗ്യാപ്പ് കൂടെ ശ്വാസം വലിച്ച് മുഖത്തിനെ ഒരു ബലൂണാക്കി പിടിക്കുക. ആ സമയത്ത് നമ്മുടെ ചുണ്ടുകൾ ലോക്ക് ചെയ്യാനായിട്ട് നമ്മളുടെ വിരലുകൾ ഉപയോഗിക്കാം. എന്നിട്ട് നമ്മളുടെ മുഖത്തിനെ ഒരു ബലൂണായിട്ട് പരമാവധി നേരം പിടിച്ചു നിർത്തുക. ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഫേഷ്യൽ ടിഷ്യൂസിനൊക്കെ നല്ല ആക്ടിവേഷൻ കിട്ടും. പിന്നെ നല്ല ബ്ലഡ് സർക്കുലേഷൻ നടക്കും ഈ ഫേഷ്യൽ ഏരിയയിൽ. നമ്മളുടെ മുഖകാന്തി വർദ്ധിക്കും. എപ്പോഴും ചെറുപ്പക്കാരായിട്ടിരിക്കും ചെയ്യുന്ന വ്യക്തികൾ. ബ്യൂട്ടി പാർലറിലും ഒന്നും പോകേണ്ട ആവശ്യം വരില്ല. അപ്പം ചെയ്യാതെ എപ്പോഴാണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു ഘട്ടം വരുന്നത്, അപ്പോൾ ജസ്റ്റ് വായക്കൂടെ ശ്വാസം പുറത്തേക്ക് റിലീസ് ചെയ്യാം. പതുക്കെ കണ്ണു തുറക്കുക. ഇത് 3 പ്രാവശ്യം ചെയ്യാം. 3 times. അതിൻ്റെ പേര് നമ്മളത് ചെയ്യുന്നതിൻ്റെ കൂടെ ഈ ഫേസ് പിടിച്ചതിൻ്റെ കൂടെ നമുക്ക് മറ്റുള്ള ലോക്കുകളും അനുഷ്ഠിക്കാം. മൂലാധാർ ലോക്ക്, ഉഡ്ഡിയാന ബന്ധ, ജലാന്ധർ ബന്ധ, ഇതൊക്കെ നമുക്ക് അതിൻ്റെ കൂടെ ചെയ്യാം. ഓക്കെ. അടുത്തതായിട്ട് അനുലോം വിലോം പ്രാണായാമം, ആൾട്ടർനേറ്റീവ് നോസ്ട്രിൽ ബ്രീത്തിങ്. ഈ ഒരു പ്രാണായാമം ഏത് സമയത്തും ചെയ്യാം, ഏത് വ്യക്തിക്കും ചെയ്യാം, ഇത് അസുഖമുള്ള ആൾക്കാർക്കും ഒക്കെ ചെയ്യാം. അതിനൊരു എഫേർട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ആൾട്ടർനേറ്റീവ് നോസ്ട്രിൽ ബ്രീത്തിങ്. നമ്മളുടെ വലത്തെ കൈ ഉപയോഗിച്ച് നമുക്ക് ഈ നോസ്ട്രിൽസിനെ ആൾട്ടർനേറ്റ് ചെയ്യാനായിട്ട് കൈകൾ ഇങ്ങനെ പിടിക്കാം. അതായത് ചൂണ്ടുവിരലും നടുവിരലും അമർത്തിയിട്ട് മറ്റുള്ള വിരലുകൾ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക. എന്നിട്ട് റൈറ്റ് തമ്പ് കൊണ്ട് വലത്തെ മൂക്ക് അടയ്ക്കുന്നു. സ്റ്റാർട്ട് ചെയ്യുന്ന ഇടത്തെ മൂക്കൂടെ ശ്വാസം വലിക്കുക. ക്ലോസ് ലെഫ്റ്റ്, ഓപ്പൺ റൈറ്റ്, ബ്രീത്ത് ഔട്ട് റൈറ്റ്. Breathe in right, close right, open left, breathe out left. Breathe in left, close left, open right, breathe out right. Breathe in right, close right, open left, breathe out left. Breathe in left, close left, open right, breathe out right. Breathe in right, close right, open left, breathe out left. Continue.
ഇടത്തെ മൂക്ക് കൂടെ ശ്വാസം വിട്ടുകൊണ്ട് ഒരു റൗണ്ട് അവസാനിപ്പിക്കാം. പരമാവധി നമുക്ക് ചെയ്യാം. ഒരു റൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിൾ, അതായത് 1 അനുലോം വിലോം പ്രാണായാമം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതാണ് ഒരു അനുലോം വിലോം. അങ്ങനെ ഒരു 10-15 കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഒന്ന് വിശ്രമിക്കാം, പിന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 25-30 പ്രാവശ്യം ചെയ്യാം. ഒന്നുകൂടി പറഞ്ഞുതരാം. കൈകൾ ആൾട്ടർനേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇങ്ങനെ പിടിക്കുന്നു. അത് ഇങ്ങനെ മടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ കൈ പിടിച്ച് ഈ മൂക്കുകൾ ആൾട്ടർനേറ്റ് ചെയ്യാം. ക്ലോസ് യുവർ റൈറ്റ് നോസ്ട്രിൽ. വലത്തെ മൂക്ക് അടച്ചു പിടിക്കുന്നു. ബ്രീത്ത് ഇൻ ത്രൂ ലെഫ്റ്റ്. ഇടത്തെ മൂക്ക് കൂടെ ശ്വാസം വലിക്കുന്നു. ബ്രീത്ത് ഇൻ. ഇടത്തെ മൂക്ക് അടച്ച് വലത്തെ മൂക്ക് തുറന്ന് വലത്തെ മൂക്കൂടെ ശ്വാസം പുറത്തേക്ക് വിടുന്നു. വീണ്ടും വലത്തെ മൂക്കിൽ കൂടെ ശ്വാസം വലിക്കുന്നു. വലത്തെ മൂക്കടച്ച് ഇടത്തെ മൂക്ക് തുറന്ന് ഇടത്തെ മൂക്ക് കൂടെ ശ്വാസം പുറത്തു വിടുന്നു. ഇത് ഒരു റൗണ്ട്. അടുത്ത റൗണ്ട് ഇടത്തെ മൂക്ക് കൂടെ വീണ്ടും ശ്വാസം വലിക്കുന്നു. ഇടത്തെ മൂക്കടച്ച് വലത്തെ മൂക്ക് തുറന്ന് വലത്തെ മൂക്ക് കൂടെ ശ്വാസം പുറത്തു വിടുന്നു. വലത്തെ മൂക്ക് കൂടെ വീണ്ടും ശ്വാസം വലിക്കുന്നു. വലത്തെ മൂക്കടച്ച് ഇടത്തെ മൂക്ക് തുറന്ന് ഇടത്തെ മൂക്ക് കൂടെ ശ്വാസം പുറത്തേക്ക് വിടുന്നു. ഇത് രണ്ടാമത്തെ റൗണ്ട്. അങ്ങനെ ഒരു 15, 20, 30 റൗണ്ട് കണ്ടിന്യൂസ് ചെയ്യാം. വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു പ്രാണായാമമാണ് അനുലോം വിലോം പ്രാണായാമം. ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ദേഹത്തിനെയും മനസ്സിനെയും കൂൾ ഡൗൺ ചെയ്യുന്നു, നമ്മളെ തണുപ്പിക്കുന്നു. ടെൻഷൻ, ദേഷ്യം, പേടി ഇതെല്ലാം മാറിക്കിട്ടും. ഇത് ചെയ്താൽ നേരായ മാർഗത്തുകൂടെ നമ്മളെ നയിപ്പിക്കാൻ പ്രേരിപ്പിക്കും. ഈ പ്രാണായാമം ചെയ്താൽ രാത്രി ഉറക്കം കിട്ടാത്ത ആൾക്കാർ ഇത് രാവിലെയും വൈകുന്നേരവും അഭ്യസിക്കുക, നിത്യം അഭ്യസിക്കുക. അവർക്കൊക്കെ സുഖമായിട്ട് കിട്ടും. അതെ. ദാറ്റ് വാസ് അനുലോം വിലോം പ്രാണായാമം. അടുത്ത ലാസ്റ്റിൽ നമുക്ക് ബ്രഹ്മരി പ്രാണായാമം ചെയ്യാം. അതും തലച്ചോറിന് നല്ല എക്സസൈസാണ്. ബ്രഹ്മരി പ്രാണായാമത്തിന് ആദ്യം ശ്വാസം വലിക്കുക. ശ്വാസം നല്ലോണം വലിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് ചെവി പൊത്തി പിടിച്ചുകൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഓംകാരം ഉരുവിടുക. അതിൻ്റെ ഗുണം നമുക്ക് പറഞ്ഞാൽ നമ്മളുടെ ഈ ബ്രെയിൻ സെൽസിനെയൊക്കെ അത് വൈബ്രേറ്റ് ചെയ്യിക്കുന്നു. നല്ല ഒരു എക്സസൈസാണ് ബ്രെയിൻ സെൽസിന്, മനസ്സിനും ഹൃദയത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ ബ്രഹ്മരി പ്രാണായാമം. ഇൻഹേൽ, ക്ലോസ് യുവർ ഐസ്, കവർ യുവർ ഇയേഴ്സ് വിത്ത് യുവർ പാംസ്. എക്സേൽ ആൻഡ് ചാന്റ് ഓംകാർ. Second round, inhale, exhale and chant Omkar. Third round, inhale and exhale. Place your palms on your thighs. കൈകൾ തുടയിൽ, അതത് മുട്ടിന് മുകളിലായിട്ട് കമിഴ്ത്തി വയ്ക്കുക. കണ്ണുകൾ അടച്ചിരിക്കുക. Keeping your eyes closed, let us meditate by thanking the Almighty for all the blessings showered on us, for giving us good health, peace and livelihood,
പ്രോസ്പെരിറ്റി എന്ന് ഞാൻ പറയില്ല. അപ്പം നമുക്ക് ജീവിക്കാനുള്ള മാർഗം മതി. വാട്ട് എവർ സോഴ്സ് ഓർ മീൻസ് ഓഫ് ഇൻകം വി ഹാവ് ബീൻ ഗിവൺ, ബി ഹാപ്പി, ബി സാറ്റിസ്ഫൈഡ്, പ്രേ ഫോർ യുവർ സെൽഫ്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രേ ഫോർ യുവർ പാരൻസ്, അച്ഛനമ്മമാരെ സ്മരിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രേ ഫോർ യുവർ ഗ്രാൻഡ് പാരൻസ്, മുത്തശ്ശനെയും മുത്തശ്ശിയും അപ്പൂപ്പനെയും അമ്മൂമ്മയും ഒക്കെ ഓർക്കുക. റിമെമ്പർ യുവർ ഗ്രേറ്റ് ഗ്രാൻഡ് പാരൻസ്, അവരുടെയും അച്ഛനമ്മമാരെ ഓർക്കുക. ഗ്രേറ്റ് ഗ്രാൻഡ് പാരൻസ്, മുത്തശ്ശിയുടെയും അമ്മയും അച്ഛനെയും പറ്റി ഓർക്കുക. കാരണം നമ്മളുടെ ഫോർ ഫാദേഴ്സിനെ നമ്മൾ സ്മരിക്കണം. അവർ കാരണമാണ് നമ്മൾ ഇന്ന് ലോകത്തിലുള്ളത്. ദിവസം സ്മരിക്കുക. പ്രേ ഫോർ യുവർ സിബ്ലിങ്സ്, സഹോദരി സഹോദരന്മാർ, ചേട്ടൻ ചേച്ചി അനിയൻ അനിയത്തി, അവരെല്ലാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രേ ഫോർ യുവർ ഫാമിലി, സ്പൗസ് ആൻഡ് ചിൽഡ്രൻ, ഇഫ് യു ആർ മാരീഡ്, അല്ലെങ്കിൽ അച്ഛനമ്മമാരെ പറ്റി സ്മരിക്കുക. Pray for your friends, relatives, neighbors, colleagues and all the citizens of the country you are living in. നമ്മളുടെ സുഹൃത്തുക്കളെ, ബന്ധുക്കളെ, സഹപ്രവർത്തകരെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ ജീവിക്കുന്ന ഈ രാഷ്ട്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രേ ഫോർ ദി വെൽഫെയർ ഓഫ് ദി എൻറ്റയർ യൂണിവേഴ്സ്. ലോകത്തിലുള്ള സർവ ചരാചരങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. കീപ്പിംഗ് യുവർ ഐസ് ക്ലോസ്ഡ്, റബ് യുവർ പാംസ്. കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് കൈപ്പത്തികൾ, കൈകൾ കൂട്ടിത്തിരുമ്പുക. Warm up your palms. Place your warmed up palms over your eyelids. Make a cup of your palms and cover them over your eyelids. Blink your eyes in the darkness. Feel the warmth. കൈകൾ കൂട്ടിത്തിരുമ്പി ഉണ്ടാകുന്ന ആ എനർജി നമ്മളുടെ കണ്ണുകളിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ അത് അബ്സോർബ് ചെയ്യുന്നു. ബ്ലിങ്ക് യുവർ ഐസ് ഇൻ ദ ഡാർക്ക്നെസ്. നമ്മളുടെ കണ്ണുകൾ ഇരുട്ടത്ത് അടക്കുകയും തുറക്കുകയും ചെയ്യും. കൈകൾ ശരിക്കും കവർ ചെയ്യണം, വെളിച്ചം കാണാൻ പാടില്ല. ബ്ലിങ്ക് യുവർ ഐസ്. ഇമാജിൻ ദ വേൾഡ്, ദ ലൈഫ് ഓഫ് വിഷ്വലി ഇംപയേർഡ് ബ്രെത്രൻ. കാഴ്ചശക്തി ഇല്ലാത്ത എത്രയോ സഹോദരി സഹോദരന്മാർ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിനെ പറ്റി, അവരുടെ ലോകത്തിനെ പറ്റി ഒന്ന് ഓർക്കുക. സിംപതൈസ് വിത്ത് ദം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. താങ്ക് ഗോഡ് വി ആർ ഏബിൾ ടു സീ. ദൈവത്തിനോട് നന്ദി പറയാം. നമുക്ക് കാഴ്ചശക്തി തന്ന ദൈവത്തിനോട് നന്ദി പറയാം. കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് വീണ്ടും കൈകൾ കൂട്ടി തിരുമ്പുക. കൺപോളുകൾക്ക് മുന്നിൽ കൈവയ്ക്കുക. മൂവ് യുവർ പാംസ് അപ്പ് ആൻഡ് ഡൗൺ. മുകളിലോട്ടും താഴത്തോട്ടും ഒരു 3 പ്രാവശ്യം ചലിപ്പിക്കുക. ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ഇടത്തോട്ടും വലത്തോട്ടും ചലിപ്പിക്കുക. ക്ലോക്ക് വൈസ് റൊട്ടേഷൻ 3 times. ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ 3 times. മസാജ് യുവർ ഫോർഹെഡ്. നെറ്റി മസാജ് ചെയ്യുക. മുഖം മസാജ് ചെയ്യുക. ത്രോട്ട്, കഴുത്ത് മസാജ് ചെയ്യുക. ബാക്ക് ഓഫ് ദ ത്രോട്ട്, പിൻ കഴുത്ത് മസാജ് ചെയ്യുക. പ്രസ് യുവർ ഇയേഴ്സ് വിത്ത് യുവർ പാംസ് 3 times. 1, 2, 3. പുൾ യുവർ ഇയേഴ്സ് സൈഡ് വേസ് 3 times. ചെവി സൈഡിലോട്ട് 3 പ്രാവശ്യം പിടിച്ച് വലിക്കുക. 1, 2 and 3. അപ്വേർഡ്, മുകളിലോട്ട് 1, 2 and 3. താഴോട്ട് 1, 2 and 3. Place your palms on your thighs. Gently open your eyes. Look in front. Look at the beautiful photos
ഓൺ ദ വാൾ. നമുക്ക് പുറത്തിരിക്കണേ നമുക്ക് നല്ല ഗാർഡനിൽ ഇരുന്നിട്ട് നമുക്ക് നല്ല പുൽത്തകിടികൾ കാണാമായിരുന്നു. അപ്പം ഇന്ന് അതിന് അവസ്ഥയാണ്. അപ്പം നല്ല വിചാരങ്ങളും നല്ല പ്രവൃത്തികളും ചെയ്യാനായിട്ട് ദൈവം നമുക്ക് ശക്തി തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമസ്തേ.